Hi friends, welcome to Garam Masala, the magic spices of cooking. ചെമ്മീൻ ഉണ്ടപ്പുട്ട്. ഇന്ന് നമുക്ക് ഹെൽത്തിയും ടേസ്റ്റിയുമായ ചെമ്മീൻ ഉണ്ടപ്പുട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: ചെമ്മീൻ 250 ഗ്രാം, ചെമ്മീൻ വേവിച്ചെടുക്കാൻ വേണ്ട ചേരുവകൾ: ക്രഷ് ചെയ്ത ഇഞ്ചി 1 ടീസ്പൂൺ, വെളുത്തുള്ളി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 പിഞ്ച്, കുരുമുളക് പൊടി 1 പിഞ്ച്, ഗരം മസാല 1/4 ടീസ്പൂൺ. ഫോർ മസാല: സവാള 1 കപ്പ്, ക്രഷ് ചെയ്ത ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 3 എണ്ണം, എണ്ണ, ഉപ്പ്, കറിവേപ്പില, തക്കാളി 1/2 കപ്പ്, മല്ലിയില. ഫോർ കവറിംഗ്: അരിപ്പൊടി 1 കപ്പ്, വെള്ളം 1 കപ്പ്, ഉപ്പ്, തേങ്ങ 1/2 കപ്പ്. ആദ്യം നമുക്ക് ചെമ്മീൻ വേവിച്ചെടുക്കാം. ചെമ്മീനെ നമുക്കൊരു മൺചട്ടിയിലോട്ട് എടുക്കാം. ഇതിലോട്ട് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്ക് മസാല തയ്യാറാക്കാം. ചൂടായ പാനിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് ചെറുതായി മുറിച്ചു വെച്ചിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ തക്കാളിയെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഈ ചെമ്മീനും മസാലയും കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് വേറെ പൗഡറുകൾ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ചെമ്മീൻ വേവിച്ചപ്പോൾ എല്ലാ പൗഡറുകളും ചേർത്തിട്ടുണ്ട്. അവസാനമായി നമുക്ക് ഇതിലോട്ട് ഒരല്പം മല്ലിയില കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്ക് കവറിങ്ങിന് വേണ്ട മാവ് തയ്യാറാക്കാം. 1 കപ്പ് വെള്ളത്തിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം. തിളച്ചു വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് 1 കപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിനെ 2-3 മിനിറ്റ് വെരി ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനെ 5 മിനിറ്റ് അടച്ചു വെക്കണം. അതിനുശേഷം നമുക്കിതിനെ കുഴച്ചെടുക്കാം. ചൂടോടുകൂടെ തന്നെയാണ് ഇതിനെ കുഴച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ ഈ മാവ് പെട്ടെന്ന് പൊട്ടിപ്പോകും. ഇതാണ് നമ്മുടെ മാവിന്റെ പരുവം. നമുക്കിതിൽ നിന്ന് ചെറിയ ഒരു ബോൾ ഉണ്ടാക്കാം. നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെയാണ് പരത്തിയെടുക്കേണ്ടത്. ഇനി ഇതിന്റെ സെൻട്രലായി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഫിൽ ചെയ്യാം. ഇനി നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഉണ്ട തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത ഉണ്ട കൂടെ തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ചെമ്മീൻ ഉണ്ടയും തയ്യാറാക്കിയെടുക്കണം. ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാനുള്ള ട്രേയെ ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടയെ നമുക്ക് ചെമ്മീൻ ഉണ്ടപ്പുട്ടാക്കി മാറ്റാം. അതിനുവേണ്ടി ഈ ചെമ്മീൻ ഉണ്ടയെ നമുക്ക് തേങ്ങയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്കിതിനെ സ്റ്റീമറിലോട്ട് വെച്ച് സ്റ്റീം ചെയ്തെടുക്കണം. ഏകദേശം 15 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുത്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ചെമ്മീൻ ഉണ്ടപ്പുട്ട് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. താങ്ക് യു.